വെൽക്കം ബാക്ക് ടു ഹലോ മോംസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നെയ്ച്ചോറിൻ്റെ റെസിപ്പിയൊക്കെ എത്ര എന്താ പറയുക സ്പെഷ്യലാണോ എന്ന്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ നെയ്ച്ചോറ് തന്നെ കേട്ടോ. നമ്മൾ റേഷൻ കടയിൽ പച്ചരി വെച്ചിട്ടുണ്ടാക്കിയ ഒരു അടിപൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിന് 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല അരിയേനു കേട്ടോ, നല്ല പച്ചരിയേനു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളെ നെയ്ച്ചോറിനെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള ഒരു നെയ്ച്ചോറ് തന്നെ കേട്ടോ ഇത്. അപ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി അരി നന്നായിട്ട് കഴുകിയിട്ടെടുക്കണം, നന്നായിട്ട് തന്നെ കഴുകിയിട്ടെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ വൈറ്റ് കളറായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഓൾറെഡി നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടാണ് നമ്മുടെ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒന്ന് തിളപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, നമ്മൾ നെയ്ച്ചോറിൻ്റെ അതേ അളവിൽ തന്നെ വെള്ളമൊക്കെ എടുത്താൽ മതി. പിന്നെ 4 കപ്പ് എന്നുള്ളത് ഒരു 3.25 കപ്പ് എന്നുള്ള രീതിയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഞാനിവിടെ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തിലാണോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ആ പാത്രം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മളെ നെയ്യ്, നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്നിനി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ അത് പച്ചരീൻ്റെ ചോറാന്നുള്ളത് നമുക്ക് എന്താ പറയുക തോന്നിയില്ല. നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല ഇത് നെയ്ച്ചോറല്ല, ഇത് പച്ചരി ചോറാന്ന് മനസ്സിലാവില്ല. പിന്നെ അതിലേക്ക് നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം. 3 ഏലക്ക, ഒരു 2 കഷ്ണം പട്ട, ഒരു 4-5 ഗ്രാമ്പു, പിന്നെ കുറച്ച് വലിയ പെരുംജീരകം, പിന്നെ കുറച്ച് എന്താ പറയുക നമ്മൾ കറിവേപ്പിലയും കൂടി. ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ എനിക്ക് ഈ നെയ്ച്ചോറിൽ എന്താ പറയുക ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊന്നും ഇടുന്നതിനെ കൊണ്ട് തീരെ താല്പര്യമില്ല. കാരണം ഞാനത് കഴിക്കില്ല. പിന്നെ അധികം ആൾക്കാരും അത് കഴിക്കലുണ്ടാവില്ല. അപ്പോൾ വെറുതെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം കളയുന്നതിനേക്കാളും നല്ലത് അത് ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കണമല്ലേ അല്ലേ. അപ്പോൾ നമ്മളിതാ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കേക്ക് വെച്ചിട്ടുള്ള അരി ഞാൻ നല്ലോണം ഊറ്റിയിട്ട് വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരിയാണിത്. അപ്പോൾ ഇതിൽ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ആ അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറൊന്നും മാറാൻ പാടില്ല കേട്ടോ. അരിൻ്റെ കളറൊന്നും മാറാൻ പാടില്ല. ഏകദേശം ഇതൊന്ന് വിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് തന്നെ ഫീഡ്ബാക്കെല്ലാം അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഫീഡ്ബാക്കെല്ലാം അറിയിക്കണം. അപ്പോൾ ഞാനിതാ ഇവിടെ അരിയെല്ലാം ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒന്നൊന്നിനോട് വിട്ട് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എല്ലാ ഭാഗവും നന്നായിട്ട് എന്താ പറയുക വറുക്കുന്ന രീതിയിൽ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അരിയെല്ലാം ഇവിടെ ഞാൻ വറുത്ത് വെച്ചിട്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ചിട്ടുള്ള വെള്ളം ഇപ്പോൾ തിളച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ തള വരുന്നുണ്ട്, ഏകദേശം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയമാണ് നമ്മൾ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. എത്രയാണോ നിങ്ങൾക്ക് ഉപ്പ് വേണ്ടത് അത്രയും ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് നമ്മൾ ലെമൺ ജ്യൂസ് ഇല്ല, ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. അത് അരികൾ തമ്മിൽ എന്താ പറയുക ഒട്ടിപ്പിടിക്കാണ്ടൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഒട്ടിപ്പിടിക്കില്ല, ഓൾറെഡി നമ്മൾ ഇതൊന്ന് വറുത്തെടുത്തുകൊണ്ട് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മുടെ സാധാ ഗീ റൈസും ഉണ്ടാക്കൽ. നമ്മുടെ ബിരിയാണി അരി വെച്ചിട്ടുള്ള ഗീ റൈസും ഞാൻ ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് ഉണ്ടാക്കൽ. എനിക്ക് ഈ മെത്തേഡിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഒന്നിങ്ങനെ വറ്റി വരുമ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്.
ഇപ്പം ഞാനൊന്ന് ഓപ്പണാക്കി നോക്കിയപ്പോൾ വെള്ളയിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ഇതിലേത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ ദമ്മ് പോലെ ഇടുന്ന രീതിയിൽ ഒന്നും കൂടി വെച്ച് കൊടുത്തിട്ട് ഇത് പിന്നെയും ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മളെ റേഷൻ കടയിലെ പച്ചരി ഉണ്ടല്ല, നമ്മളെ നെയ്ച്ചോറ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഒരു ചോറ് ഒന്നിനോട് ഒട്ടിപ്പിടിക്കുകയോ അതോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നീന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കരുത്. എന്താ പറയുക, നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ് എൻ്റെ വിശ്വാസം. കണ്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ചോറും ഒട്ടി പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേട്ടോ വന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.